മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സുഭാഷിതം 2:7 ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 2:7 അവിടുന്ന് സത്യസന്ധർക്കായി അനന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു, ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയമായി പ്രവർത്തിക്കുന്നു. ദൈവം അത്ഭുതകരമായ വിധത്തിൽ തന്റെ ഭക്തരെ സംരക്ഷിക്കുമെന്ന് ബൈബിളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ വീണാലും നിലം പരിശാവുകയില്ല. ദൈവം അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഇസ്രായേലിനെ ചെങ്കടലിൽ വെച്ചും ദാവീദിനെ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച ദൈവം ഇന്നും അത്ഭുതകരമായ മാർഗങ്ങളിലൂടെ നമ്മെ രക്ഷിക്കുന്നുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മെ രക്ഷിക്കും. രക്ഷയ്ക്കുള്ള മാർഗമെല്ലാം അടഞ്ഞുപോയി എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. പുതിയ രക്ഷാമാർഗങ്ങൾ ദൈവം തുറക്കും. നമ്മുടെ ബുദ്ധിയിൽ ഒരു രക്ഷാമാർഗവും കാണാതാകുമ്പോൾ ദൈവം പ്രവർത്തിക്കാനുള്ള സമയം സമാഗതമായി എന്ന് മനസ്സിലാക്കാം. പലസ്തീനായിൽ ഒരു രാത്രി മഞ്ഞുവീഴ്ച വളരെ ശക്തിയായുണ്ടായി. കെട്ടിടങ്ങൾക്ക് താങ്ങാനാവാത്ത വിധം മഞ്ഞുപാളികൾ പല വീടുകളുടെ മുകളിൽ തറഞ്ഞുകൂടി. ഒരു തസ്കരൻ ഈ അവസരം നോക്കി ഒരു ക്രൈസ്തവ കുടുംബം പാർത്തിരുന്ന വീടിനുള്ളിൽ കയറി. അയാൾ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞ് ഉണർന്ന് കരയുവാൻ തുടങ്ങി. വേഗം അയാൾ കുഞ്ഞിനെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കിടത്തി. അയാൾ വീണ്ടും വീടിനുള്ളിൽ കിടന്നു. വെളിയിൽ കിടന്ന് കരഞ്ഞ കുഞ്ഞിന്റെ രോദനം കേട്ട മാതാപിതാക്കൾ ഉണർന്നെഴുന്നേറ്റ് വെളിയിലേക്ക് ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ വീടൊന്നാകെ ഇടിഞ്ഞ് നിലംപതിച്ചു. ദൈവം അവരെ രണ്ടുപേരെയും ആ കുഞ്ഞിനെയും രക്ഷിച്ചു. അടുത്ത ദിവസം വീടിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കി മാറ്റിയപ്പോൾ ആ മോഷ്ടാവിന്റെ മൃതശരീരം മരവിച്ച് കിടപ്പുണ്ടായിരുന്നു. മൃതശരീരത്തിന്റെ കയ്യിൽ ചില പൊന്നാഭരണങ്ങൾ പിടിച്ചിരുന്നു. ദൈവാശ്രയത്തിൽ ജീവിച്ച ആ ക്രൈസ്തവ കുടുംബത്തെ ദൈവം രക്ഷിക്കുകയാണ്. രക്ഷയ്ക്കുള്ള മാർഗങ്ങളെല്ലാം അടയുമ്പോൾ ദൈവം പുതിയ വഴികൾ തുറന്ന് തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരെ രക്ഷിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.